ഹായ്, ഗുഡ് ഈവനിങ് ഹോൾ. ഹൗ ആർ യു? നിങ്ങളുടെ അടുത്ത് ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്, ഭയങ്കരമായ ഒരു മാലാഖ. അപ്പോൾ അദ്ദേഹം മാലാഖക്ക് നല്ല കഴിവുണ്ട്, മാലാഖക്ക് അറിയാമോ. ആ മാലാഖ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരികയാണ്. മാലാഖ പറഞ്ഞു, നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരാം. ഒന്നിക്ക് നിനക്ക് ആരോഗ്യം തരാം, അല്ലെങ്കിൽ സമ്പത്ത് തരാമെന്ന് പറഞ്ഞു. നിങ്ങളെന്ത് ചൂസ് ചെയ്യും? ഓക്കെ, ചൂസ് ചെയ്താ. അപ്പം ഞാനാണെങ്കിൽ, അങ്കിളാണെങ്കിൽ, ഞാൻ പറയാം എനിക്ക് ആരോഗ്യം മതി. എന്താ, ആരോഗ്യത്തിന് സമ്പത്തിനേക്കാൾ പ്രാധാന്യമുണ്ട് അല്ലേ? അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ഈ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പാനീയങ്ങൾ കുടിക്കുന്നു, വേറെ എന്തൊക്കെയോ ചെയ്യുന്നു. ആരോഗ്യം നശിപ്പിക്കുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്യരുത്. കാരണം സമ്പത്തിനേക്കാൾ വാല്യൂ ഉണ്ടെന്ന് നമ്മുടെ ശരീരത്തിന്. നമുക്കറിയാം നമ്മളെ കണ്ണിന് എത്ര വിലയുണ്ട്. ഒരു കണ്ണ് മാറ്റിയേക്കുന്ന ഭയങ്കര പൈസ അല്ലേ. ചെവി എന്തെങ്കിലും പ്രശ്നം വന്നാൽ കണ്ണാടി വെക്കേണ്ടി വരുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട് നമുക്കല്ലേ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ അല്ലേ, ചെറിയ കുട്ടികളായ ഫ്രണ്ട്സുകൾ. ആബ്രോൺ ഉണ്ട്, മാരിയോൺ ഉണ്ട്, പിന്നെ മാരിഡോൺ ഉണ്ട്, അപ്പൂസ് ഉണ്ട്, പിന്നെ നിഹാലുണ്ട്. ഒരുപാട് ആളുകളുണ്ട് അല്ലേ, കണ്ണനുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ, നാട്ടിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. നാട്ടിൽ ഒരുപാട് കുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ പോയിൻ്റ് നിങ്ങൾ മറക്കരുത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോയിൻ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ആരോഗ്യം നശിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. ഓക്കെ. അതിന് രണ്ടാമത്തെ കാര്യം, ഒരു കഥ പറയാം. കഥ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. കഥ 4 പശുക്കളുടെ കഥയാണ്. 4 പശുക്കളുണ്ടായിരുന്നു ഒരു കാട്ടിൽ. അതായത് ഒരു മേച്ചുമ്പലത്തിനടുത്ത് ഒരു 4 പശുക്കൾ. അത് നല്ല ഒന്നിച്ച് മേഞ്ഞ്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ച്, ഒന്നിച്ച് ഉറങ്ങി, അങ്ങനെയായിരുന്നു ആ പശുക്കൾ. അതുകൊണ്ട് എന്തുണ്ടായില്ല, ആ പശുക്കളെ ആരും ഉപദ്രവിച്ചില്ല. അതായത് ടൈഗറും പട്ടിയും, ടൈഗേഴ്സ് ഓർ ലയൺസ്, അതായത് ടൈഗേഴ്സ് ഓർ ലയൺസ് ഒന്നും അതിനെ ഉപദ്രവിച്ചില്ല ഈ പശുക്കളെ. കാരണം അവർ ഒന്നിച്ചായിരുന്നല്ല ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ദിവസം എന്താക്കി കഴിഞ്ഞാൽ ഈ പശുക്കൾ ഫൈറ്റ് ഉണ്ടാക്കി, പരസ്പരം വഴക്കുണ്ടാക്കിയെന്ന് മാത്രമല്ല, അവർ വേറെ സ്ഥലത്ത് മേയാൻ പോയി. വഴക്കുണ്ടാക്കിയത് കൊണ്ട് ഡിഫറെൻറ്റ് ഡയറക്ഷൻ, വേറെ ഡയറക്ഷനിലേക്ക് പോയി മേയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ കണ്ടാൽ, ഒരു നായും ഒരു ചെന്നായും ഒരു ടൈഗറും കണ്ട്, ഒരു പുലിയും കണ്ട്. അപ്പോൾ അവർ സുഹൃത്തുക്കളാണ്. അവർ പറഞ്ഞ്, ദ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി, ഇതാണ് ഏറ്റവും നല്ല ഒരവസരം. എന്തിന്? ഈ പശുക്കളെ പിടിക്കാൻ. അങ്ങനെ അവർ ഒളിച്ചിരുന്നു, ഒരു പുല്ലിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. ഈ നായും ഈ ടൈഗറും ഒളിച്ചിരുന്നിട്ട് ഓരോ പശുക്കളെ പിടിച്ച് 1 by 1 ഓരോന്നിന് പിറകെ ഒന്നിനായിട്ട് പിടിച്ചു, കില്ല്. എന്നിട്ട് അതിന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആദ്യം എന്ത് ചെയ്തില്ല, ആദ്യം ഇവരൊന്നും ആരും ആക്രമിക്കാൻ, കാരണം ഒന്നിച്ചെല്ലാ കാര്യം ചെയ്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് മോറൽ ഗുണപാഠം നമുക്കിത് നല്ലൊരു പാഠമുണ്ട്. കാരണം നമ്മൾ ഒന്നിച്ച് നിൽക്കണം, എപ്പോഴും കൂട്ടായി നിൽക്കണം, കൂട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കണം. അല്ല, വീട്ടിലായാലും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ചേർന്ന് നിൽക്കണം, കൂട്ടുകാരനൊക്കെ ചേർന്ന് നിൽക്കണം. നല്ല കൂട്ടുകാരെ കൂടി അവരെ കൂടെ ചേർന്ന് നിൽക്കണം. സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോൾ എല്ലാം പരമാവധി കൂട്ടുകാരുടെ കൂടെ പോകും വരികയൊക്കെ ചെയ്യണം. കാരണം ഇൻസ്റ്റിങ് മറ്റേ കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു പവർ ഉണ്ടായിന് അല്ലേ. ഇപ്പോൾ കൂട്ടം ഭയങ്കര ശക്തിയാണ്, ഒരു കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ. നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഇതുപോലെ പ്രായമുള്ള ഫ്രണ്ട്സ് ഉണ്ട്, കാണിച്ചു തരാം. ഇല്ല, അദ്ദേഹം പിന്നെ നിസ്കരിക്കാൻ പോവാ. പിന്നെ വേറെന്താ, പിന്നെ ഉപദേശം നമുക്ക് ഇഷ്ടമല്ല അല്ലേ. ഉപദേശിക്കുമ്പോൾ ചില ആളെ നമ്മൾ പറയാറില്ല, ഭയങ്കര ഉപദേശിക്കും. ഞാൻ ഉപദേശിക്കുന്നില്ല, പക്ഷേ ഞാൻ ഒരു പോയിന്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉപദേശമാണെങ്കിൽ നമുക്ക് കേൾക്കും അല്ലേ. ഇപ്പോൾ നമ്മളെ അച്ഛൻ, നമ്മളെ അമ്മ, നമ്മളെ മുത്തച്ഛനൊക്കെ നമ്മൾ കഥ പറയുമ്പോൾ നമുക്ക് കേൾക്കാറില്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ട ഉപദേശം പറയുമ്പോൾ, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഉപദേശം ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരു ദിവസം, നിങ്ങൾ ഏറ്റവും നല്ല ദിവസം ഏതാ? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ദിവസം ടൂർ പോകുന്ന ദിവസമാണോ? ഇവിടെ നാട്ടിലേക്ക് പോകുന്ന ദിവസമാണോ? നാട്ടിലെ ആളുകളാണെങ്കിൽ എവിടെയും ടൂർ പോകുന്ന ദിവസമാണോ? ഏറ്റവും നല്ല സന്തോഷത്തോടെ ഹാപ്പി മൂമെൻ്റ് ഏതാ നമ്മളെ? അതുപോലെ നിങ്ങൾക്ക് എന്നും ജീവിക്കണമെങ്കിൽ അച്ഛനമ്മയൊക്കെ പറഞ്ഞ് കേട്ട് നല്ല കുട്ടിയായിട്ട് ജീവിക്കുക. എപ്പോഴും തെറ്റുകൾ ചെയ്യാതെ, അവരെ അനുസരണക്കേട് കാണിക്കാതെ നല്ല ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും. പിന്നെ നമ്മൾ കളി ഇഷ്ടപ്പെടാറുണ്ടല്ലേ, ഭയങ്കര നമ്മൾ കളി ഏതെങ്കിലും ഒരു ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഒരുപാട് സമയം മൊബൈൽ നോക്കുന്നത് അല്ലേ. അങ്ങനെ പല ഇഷ്ടങ്ങളുണ്ട് നമുക്ക്. പക്ഷേ നമുക്ക് എന്താക്കണം, എല്ലാം കൺട്രോൾ ചെയ്യണം. കാരണം നമ്മൾ കുട്ടികളാണ്, കൺട്രോൾ ചെയ്ത് ഇപ്പോഴേ ശീലിക്കണം. അല്ലെങ്കിൽ പിന്നെ കൺട്രോൾ കിട്ടില്ല. നമ്മൾ പറയാറില്ലേ, നിത്യാഭ്യാസി ആനയെ ചുമക്കുന്നറിയും എന്ന് പറയാറില്ല. നമ്മൾ മനസ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റായിട്ട് ഓരോ ദിവസവും നല്ല കാര്യങ്ങൾ ചെയ്ത് ശീലിച്ച്, ഒരു മൊബൈലൊക്കെ നോക്കുന്നവർക്ക് കൃത്യമായ സമയമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യണം.
അപ്പോൾ ഉഷാറാവും. ഓക്കെ, അതുപോലെ പഠിപ്പത്തിൽ നിങ്ങൾ ഹോംവർക്കൊക്കെ ചെയ്യുന്നതിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് നല്ല കുട്ടിയായിട്ട് നല്ല ഉഷാറാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇത് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഞാൻ പറഞ്ഞ മറന്നാലും ഇത് മറക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ, വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾക്കിപ്പോൾ 14, 15, 16 വയസ്സായ കുട്ടികളാണ് കാണുന്നതെങ്കിൽ 20 വയസ്സ് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണത് നിങ്ങളെ ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഭയങ്കരമായ ടാലൻ്റ് ഉണ്ടാവും. ചില കുട്ടികൾക്ക് എഴുതാൻ, ചില കുട്ടികൾക്ക് വരയ്ക്കാൻ, ചില കുട്ടികൾക്ക് നല്ല കഥകൾ പറയാൻ, ചില കുട്ടികൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ, അങ്ങനെ ഏതും എക്സെട്ര. നിങ്ങളുടെ കഴിവെന്നാൽ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ചിലപ്പോൾ നിങ്ങളെ അച്ഛനമ്മക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു തരും ഇന്ന കഴിവ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ചിലപ്പോൾ ഭാഷ പഠിക്കാനായിരിക്കും, അങ്ങനെ കഴിവ്. അതുപോലെ ആ കഴിവ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. 20 വയസ്സാകുമ്പോഴേക്കും ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് 20 വയസ്സാകുമ്പോഴേക്കും അവൻ അറിഞ്ഞിരിക്കണമെന്ത് നിനക്ക് ഏതാ നിൻ്റെ ഇത്, നീ എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ പിന്നെ നിങ്ങൾക്ക് പൈസ ഒക്കെ എങ്ങനെ സമ്പാദിക്കണം എന്ന് അറിഞ്ഞിരിക്കണം. അതപ്പോൾ നിങ്ങൾ കഴിവ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, ചെറിയ ചാനലൊക്കെ ചെയ്ത് ഉഷാറായിക്കോളും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതല്ല, ഇത് ഒരു കഴിവല്ല. യൂട്യൂബ് വീഡിയോ എന്ന് മാത്രമല്ല, മറിച്ച് നിങ്ങൾ കഴിവുണ്ടാവില്ല. വരയ്ക്കുക, പാടുക, കഥ പറയുക, ഭാഷകൾ കൈകാര്യം ചെയ്യുക, പിന്നെ ഓട്ടം, കളി, ക്രിക്കറ്റിൽ ഭയങ്കര ഉഷാറുള്ള ആൾ, ഫുട്ബോൾ നല്ല ഉഷാറുള്ള ആൾ, ഭയങ്കര പ്ലെയർ, അങ്ങനെ എക്സെട്ര ഭയങ്കരമായ കഴിവുള്ള ആളുകളുണ്ടാവും. ഒരാൾക്ക് ഭാഷ പഠിക്കുന്ന ചിലരുടെ കഴിവല്ല, ഭയങ്കര കഴിവാണ്. ആ ഭാഷ 10 പഠിപ്പിച്ചാൽ 100 പഠിപ്പിച്ചാൽ ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ എത്ര റേറ്റ് അറിയോ? 3000-5000 റുപ്യൊക്കെ റേറ്റ് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ. നിങ്ങൾക്ക് ആ ഭാഷ പഠിപ്പിക്കേണ്ട, ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് പഠിപ്പിക്കാം. നിങ്ങൾക്ക് ചാനലിലൂടെ പഠിപ്പിക്കാം. 100 ആളെ അങ്ങനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബായി, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഓരോ കുട്ടികൾ കാണുന്നില്ല, ചെറിയ കുട്ടികൾ ഭയങ്കര രീതിയിൽ ഒരാൾക്ക് ക്ലാസ് എടുത്ത് സമ്പാദിക്കുന്നതൊക്കെ നിങ്ങൾ കാണാറില്ലേ? അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങളെ ഇതുപോലെ നിങ്ങളുടെ കഴിവെന്താണ് നിങ്ങൾ തിരിച്ചറിയുക ആദ്യം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കഴിവ് തിരിച്ചറിയുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അതെങ്ങനെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഞാൻ നല്ല കുട്ടിയായി കഴിയുക. ഓക്കെ, ബൈ. സി യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ, ബൈ, സി യു.